IPL-യുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന 3 ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് RCB ടീമിനെ സംബന്ധിക്കുന്നതാണ്. RCB ടീമിനെ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അവരുടെ സൂപ്പർ താരം ഹേസൽവുഡ് IPL നിന്ന് പിന്മാറിയിരിക്കുകയാണ്. RCBയുടെ ബൗളിംഗിലെ കുന്തമണിയായിരുന്നു ഹേസൽവുഡ്. IPL വീണ്ടും തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ ഹേസൽവുഡ് ഇല്ലെങ്കിൽ അത് RCBക്ക് പണി തന്നെയാണ്. ഇപ്പോഴിതാ ഹേസൽവുഡിന് പകരം പുതിയൊരു റീപ്ലേസ്മെന്റ് RCB പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. IPL തുടങ്ങാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. RCB എന്തായാലും പ്ലേ ഓഫ് കളിക്കുമെന്നത് ഉറപ്പാണ്. പുതിയൊരു റീപ്ലേസ്മെന്റ് വന്നാലേ RCBക്ക് ഇനി രക്ഷയുള്ളൂ. ഹേസൽവുഡ് പിന്മാറിയത് തിരിച്ചടി തന്നെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. മുംബൈ ടീമിന് വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത്. മുംബൈ ടീം പ്ലേ ഓഫ് കളിക്കാൻ റെഡി ആയിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് IPL നിർത്തിവെച്ചത്. പുതിയ IPL ഷെഡ്യൂൾ വന്നപ്പോൾ മുംബൈ ടീമിന് പണിയായിരിക്കുകയാണ്. മുംബൈക്ക് മാത്രമല്ല മറ്റു ടീമിനും ഇത് പണിയാണ്. സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സിന് IPL കളിക്കാൻ സാധിക്കില്ല. മെയ് 26-ന് മുന്നേ സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സ് അവരുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിക്കാൻ സാധിക്കില്ല. ജൂൺ ഫസ്റ്റ് വീക്ക് അവർക്ക് സിംബാബ്വേയുമായിട്ട് പര്യടനമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കൻ പ്ലേയേഴ്സിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. മുംബൈയുടെ ഓപ്പണർ റിയാൻ റിക്കൾട്ടന് തിരിച്ചു പോകേണ്ടി വരും. അതുപോലെ ഗുജറാത്ത് ടീമിലെ റബാദ, ഡൽഹി ടീമിലെ ട്രിസ്റ്റൻ സ്റ്റബ്സ്, RCBയുടെ ലുങ്കി എങ്കിഡി, പഞ്ചാബിന്റെ മാർക്കോ ജെൻസൺ, ഡൽഹി ടീമിന്റെ ഏഡൻ മാർക്രം ഇവർക്കായിരിക്കും പ്ലേ ഓഫ് മത്സരങ്ങൾ നഷ്ടപ്പെടുന്നത്. മുംബൈയുടെ ഓപ്പണറാണ് പോയിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സാധാരണ രാജസ്ഥാൻ ബാറ്റിംഗിലെ നെടുന്തൂണത് സഞ്ജു ആയിരുന്നു. എന്നാൽ ഇപ്രാവശ്യം സഞ്ജുവിനെ കളിക്കാൻ സാധിച്ചിട്ടില്ല. കുറച്ച് മാച്ച് മാത്രമേ സഞ്ജു കളിച്ചിട്ടുള്ളൂ. പരിക്കാണ് സഞ്ജുവിനെ വില്ലനായത്. പിന്നീട് പരിക്ക് മാറിയിട്ടും സഞ്ജുവിനെ കളിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. റിയാൻ പരാഗിനെ ക്യാപ്റ്റനാക്കാൻ വേണ്ടിയാണ് സഞ്ജുവിനെ മനഃപൂർവ്വം ഒഴിവാക്കിയതെന്ന് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സഞ്ജു രാജസ്ഥാൻ ടീം വിട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. സഞ്ജു CSK ടീമിലേക്ക് ചേക്കേറാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. CSK ടീമിന് ഒരു നല്ല വിക്കറ്റ് കീപ്പറെ ആവശ്യമാണ്. അടുത്ത പ്രാവശ്യം CSK ടീം സഞ്ജുവിനെ സ്വന്തമാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ധോണി അടുത്ത IPL-ൽ കളിക്കാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് ധോണിക്ക് പകരം സഞ്ജുവിനെയാണ് ഇപ്പോൾ CSK ലക്ഷ്യം വെക്കുന്നത്. റിയാൻ പരാഗ് മാനേജ്മെന്റിന്റെ ആളാണ്. അതുകൊണ്ട് പരാഗിനെ തുടർന്നും ക്യാപ്റ്റനാക്കാനാണ് രാജസ്ഥാൻ ടീമിന്റെ പദ്ധതി. സഞ്ജു ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അതുകൊണ്ട് സഞ്ജു രാജസ്ഥാനിൽ നിന്ന് പോകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.